Hi friends, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറന്റ് ഫെയിലിയർ അലാറമാണ്. ഇതിനകത്ത് കറണ്ട് വരുമ്പോഴും പോകുമ്പോഴും അലാറം അടിക്കും. എത്ര സെക്കൻഡ് അലാറം അടിക്കണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ പ്രൊജക്റ്റിന് നമുക്ക് വേണ്ടത് ഒരു Arduino നാനോ ആണ്. Arduinoയിൽ കറണ്ട് പോകുമ്പോഴും വരുമ്പോഴും സിഗ്നൽ കിട്ടാൻ വേണ്ടി നമുക്കൊരു സെൻസർ ഉണ്ടാക്കണം. സെൻസറിന് വേണ്ടി ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന സർക്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സർക്യൂട്ടിൽ ഞാൻ ഉപയോഗിക്കുന്നത് 2 ഡയോഡും ഒരു റെസിസ്റ്റൻസും ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ട് 1.2 ആണ്. ഇത് Arduinoയിൽ കൊടുത്താൽ ഇതിൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യൂല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഒപ്റ്റോകപ്ലർ ആണ്. ഇത് IN4007 ഒപ്റ്റോകപ്ലർ ആണ്. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ട് 1.2 വോൾട്ട് ആണ്. അപ്പോൾ ഇത് വെച്ച് ഒപ്റ്റോകപ്ലർ വർക്ക് ചെയ്യും. പിന്നെ ഞാൻ ഒപ്റ്റോകപ്ലറിൻ്റെ ഒരു പിന്നിൽ 5 വോൾട്ടും കൊടുക്കും. അടുത്ത പിന്നിൽ ഞാൻ ഏതെങ്കിലും അനലോഗ് പിന്നിലേക്ക് ഫിറ്റ് ചെയ്യും. ഇനി നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാം. ആദ്യത്തെ ലൈനിൽ നമുക്ക് ഫേസ് സെൻസർ പിന്ന് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ പോണ ഒപ്റ്റോകപ്ലറിൻ്റെ പിന്നേക്കും കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ കണക്ട് ചെയ്യാൻ പോണ അനലോഗ് പിന്ന് 5 അപ്പോൾ ഞാൻ അനലോഗ് പിൻ 5 ഇട്ടിട്ടുണ്ട്, A5. അത്രേ ഉള്ളൂ കോഡിങ്. ഇനി നമുക്ക് ടൂൾസിൽ ചെന്നിട്ട് പോർട്ട് സെലക്ട് ചെയ്തിട്ട് ബോർഡും സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. കോഡ് അപ്ലോഡ് ആയതിനു ശേഷം ഇനി നമ്മൾ ടൂൾസിൽ ചെന്നിട്ട് സീരിയൽ പ്ലോട്ടർ ഓപ്പൺ ചെയ്യണം. അതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് 0 എന്ന് പറഞ്ഞ വാല്യൂൻ്റെ മുകളിൽ കൂടി ഒരു ലൈൻ നിങ്ങൾ കാണാൻ പറ്റും. ഇപ്പം കറണ്ട് സെൻസറിലേക്ക് വന്നില്ല, അപ്പോൾ അതുകൊണ്ട് 0 കാണിക്കണം. ഇനി നമ്മൾ ഓൺ ചെയ്യണമെങ്കിൽ 900 എന്ന് പറഞ്ഞ വാല്യൂൻ്റെ മുകളിൽ പോണ കാണാൻ പറ്റും. അപ്പോൾ ഓണായി എന്നാണ് അർത്ഥം. പിന്നെ ഓഫ് ചെയ്യണമെങ്കിൽ 0ലേക്ക് വരും. അങ്ങനെയൊക്കെ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ വർക്കിങ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 900-ന് എബവ് ആണ്. പിന്നെ ഞാൻ ഇന്നൊരു കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. കപ്പാസിറ്റർ എന്തിനാന്ന് വെച്ചാൽ സർക്യൂട്ടുള്ള നോയ്സ് എല്ലാം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി. ഈ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതുപോലത്തെ ഒരു ടൈമർ മോഡ്യൂൾ. ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 3 to 60 വോൾട്ട് ആണ്. പിന്നെ ഇതിൻ്റെ ട്രിഗറിങ് വോൾട്ട് 3 to 60 ആണ്. അപ്പോൾ ഇത് നമുക്ക് Arduinoയിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഈ മോഡ്യൂളിൽ നിങ്ങൾക്ക് 4 ബട്ടൺ കാണാൻ പറ്റും. കൂടാതെ ഇത് USB വഴി പവർ ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ സെറ്റ് ബട്ടൺ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കണം. ഇപ്പം P1.1 കാണാൻ പറ്റും. വീണ്ടും സെറ്റ് നിൽക്കണമെങ്കിൽ OP എന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര നേരം അലാറം എടുക്കണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ 10 സെക്കൻഡ് സെറ്റ് ചെയ്യാൻ പോണം. പിന്നെ സെറ്റ് ലോങ് പ്രസ് ചെയ്യണമെങ്കിൽ P11 കാണിക്കും. അതുകൊണ്ട് 0ലേക്ക് പോകും. ഇപ്പം നമ്മൾ ഇത് ട്രിഗർ ചെയ്യുമ്പോൾ 10 സെക്കൻഡിൻ്റെ കൗണ്ട് ഡൗൺ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് 0.1 സെക്കൻഡ് മുതൽ 999 മിനിറ്റ് വരെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് Arduinoയിട്ട് കണക്ട് ചെയ്യാം. മോഡ്യൂളിൻ്റെ ട്രിഗറിങ് ഗ്രൗണ്ട് ഞാൻ Arduinoൻ്റെ ഗ്രൗണ്ടിലാണ് കൊടുക്കുന്നത്. മോഡ്യൂളിൻ്റെ ട്രിഗറിങ് പിന്നെ ഞാൻ Arduinoൻ്റെ ഡിജിറ്റൽ പിന്നിലാണ് കൊടുക്കണം. അതായത് ഡിജിറ്റൽ പിൻ 11 കൊടുക്കുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാം. നമുക്ക് അപ്ലോഡ് ചെയ്യാം.
കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈമർ ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ആദ്യം 10 സെക്കൻഡ് അടിക്കും. ഇപ്പോൾ കറണ്ട് ഓഫാണ്. ഇപ്പോൾ കറണ്ട് വന്നില്ല എന്നാണ് അർത്ഥം. 10 സെക്കൻഡ് അലാറം അടിച്ച് കഴിയും. ഇനി കറണ്ട് വരണയാണെങ്കിൽ പിന്നെ 10 സെക്കൻഡ് അലാറം അടിക്കും. ഇനി നമുക്കൊരു ബസർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സെൻസറിലേക്ക് ലൈൻ വരുമ്പോൾ എങ്ങനെയാന്ന് നോക്കാം. ഇനി നമുക്ക് ലൈൻ ഓഫ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ പ്രൊജക്റ്റ് സെൻസ് ചെയ്യണ ആകെ സിംഗിൾ ഫേസ് ആണ്. ഇനി നമുക്കിത് 3 ഫേസ് സെൻസ് ചെയ്യണ രീതിയിലാക്കണം. കൂടാതെ ഇനി നമുക്കിത് കവറിലാക്കണം. ടൈമറും അഡ്രിനോം എല്ലാം കൂടി ഞാൻ പഴയ കേടായ കമ്പ്യൂട്ടറിൻ്റെ ATX പവർ സപ്ലൈൻ്റെ അകത്തോട്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാനൊരു CPU-ൻ്റെ കൂളിംഗ് ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ടൈമർ മോഡുകൾ സെറ്റ് ചെയ്ത ഈ ഹീറ്റ് സിങ്ക് എന്തിനാന്ന് വെച്ചാൽ ഈ ഹീറ്റ് സിങ്കുമ്പോൾ ഞാൻ LM7805 IC വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 വോൾട്ടിന് 5 വോൾട്ട് ആക്കി റെഗുലേറ്റ് ചെയ്തിട്ട് അഡ്രിനോന് ഇൻപുട്ടിലേക്ക് വോൾട്ടേജ് കൊടുക്കും. പിന്നെ വോൾട്ടേജ് സെൻസ് ചെയ്യണ സർക്യൂട്ടാണ് ഇത്. ഈ സർക്യൂട്ട് ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരമാണ് ഉണ്ടാക്കിയത്. അവർക്കൊരു 3 ഫേസ് മോട്ടർ ഉണ്ട്. ആ മോട്ടറിൽ ഏതെങ്കിലും ഒരു ഫേസ് പോകണമെങ്കിലും മഞ്ഞാണെങ്കിലും 10 സെക്കൻഡ് അലാറം അടിക്കണം. പിന്നെ 3 ഫേസും കൂടി പോകണമെങ്കിൽ അലാറം അടിക്കും, 3 ഫേസും കൂടി മഞ്ഞാണെങ്കിൽ അലാറം അടിക്കും. അവരുടെ ആവശ്യപ്രകാരം ഞാൻ ആദ്യം സിമ്പിളായിട്ടുള്ള ഒരു റിലേ വെച്ച് ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് 3 റിലേ ഉപയോഗിക്കുന്നുണ്ട്. റിലേൻ്റെ അകത്തൊരു ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് കറണ്ട് വരുമ്പോൾ അത് ചെറുതായിട്ട് ഹീറ്റ് ആവും, കാരണം ഇലക്ട്രോമാഗ്നറ്റ് ആണ്. അപ്പോൾ അത് ഹീറ്റ് ആവണ കാരണം അത് ഫെയിലിയർ ആയിപ്പോയി. പിന്നെ ഞാൻ അഡ്രിനോ വെച്ച് ഉപയോഗിക്കാൻ വിചാരിച്ച് അതുകൊണ്ട് ഈ സർക്യൂട്ട് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഇത് 3 ഫേസിലും കണക്ട് ചെയ്തിട്ട് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടതില്ലേ ചെക്ക് ചെയ്ത് നോക്കാം. ഈ സർക്യൂട്ട് 12 വോൾട്ട് ബാറ്ററിയിലാണ് കണക്ട് ചെയ്യണം. ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബെഞ്ച് പവർ സപ്ലൈയിലാണ് കൊടുക്കുന്നത്. ഈ വയറിൻ്റെ ന്യൂട്രൽ ഞാൻ ഡയറക്റ്റ് ന്യൂട്രൽ തന്നെ കൊടുത്ത് ബാക്കിയുള്ള 3 ഫേസ് ഞാൻ 3 സോക്കറ്റിൽ കൊടുത്ത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ സർക്യൂട്ട്. പിന്നെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് ഓൺ ചെയ്യാൻ പോണ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്. ഇപ്പോൾ സെക്കൻഡ് ഫേസ് ഓഫ് ചെയ്യാൻ പോണ്, തേർഡ് ഫേസ് ഓഫ് ചെയ്യാൻ പോണ്, ഫസ്റ്റ് ഫേസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ.